അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 152. അഗ്നിയുടെ അപ്പുവിന്റെ കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം എല്ലാവരും കേട്ടു. ജ്വാല പെട്ടെന്ന് സിറ്റ് ഔട്ടിലേക്ക് ഓടി. പൊന്നു മീനു താടിക്ക് കയ്യും കൊടുത്ത് ഹാളിലെ സെറ്റിയിലിരിക്കുന്നുണ്ട്. അവരുടെ നോട്ടം മുഴുവൻ ഓപ്പോസിറ്റ് സെറ്റിയിലിരുന്ന് തങ്ങളെ ദേഷ്യത്തോടെ നോക്കുന്ന സൗബിയിലാണ്. എടി, അഗ്നിയുടെ അപ്പൂട്ടിനും മാമനും വന്നൂടി, മീനു പറഞ്ഞു. പൊന്നു മൂളി. നീ എന്തൊന്നും പറയാത്തെ? മീനുവിന് സംശയം. പിന്നെന്താ, ഞാനിവിടുന്ന് ഡാൻസ് കളിക്കണോ നീ പറയുന്ന കേട്ടിട്ട്? ദേ, എൻ്റെ കൈയിൻ്റെ അടുത്തൊന്ന് മാറി നിന്നോ നീ. മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു എടി, ഇവളുടെ ഈ കോലം കണ്ട ഉറപ്പായിട്ട് നമുക്ക് വഴക്ക് കേൾക്കും. പൊന്നുവിന് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നെ വഴക്ക് പറഞ്ഞാൽ ഞാൻ കരയും. മീനു മുഖം ചുളുക്കി. ഏയ്, നീ കരയരുത്. നിനക്കല്ലേ സൗബിയോട് നീയെല്ലാം ചെയ്തെന്ന് വിളിച്ചു പറയണ്ടേ? അതുകൊണ്ട് നീ പോയി വിളിച്ചു പറ. അവളോട് മാത്രമല്ല, എല്ലാരോടും. എല്ലാത്തിൻ്റെ ക്രെഡിറ്റ് നീ എടുത്തോ, എനിക്ക് വേണ്ട. പൊന്നു പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഇതിന്റെ ക്രെഡിറ്റ് നമുക്ക് രണ്ടാൾക്കുവാ. ഇനി നമ്മൾ എത്ര അല്ലാന്ന് പറഞ്ഞാലും ആ പ്ലേറ്റിൽ ലഡു ഇരുന്ന് വെട്ടുന്ന നിന്റെ ചൗബി നമ്മളെ വെറുതെ വിടില്ല. അതുകൊണ്ട് തൽക്കാലം ഒന്ന് അടങ്ങ്. വരേണ്ടവരിപ്പോ അകത്തേക്ക് വരും. മീനു പൊന്നുവിന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചിരുന്നു. പൊന്നു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് വീണ്ടും സൗബിയെ നോക്കി. മുന്നിൽ നിരത്തിവെച്ച പ്ലേറ്റിൽ നിന്നും ലഡു കഴിക്കുകയാണ് സൗബി. ഇതേ സമയം കാറ് നിർത്തി അഗ്നി പുറത്തേക്കിറങ്ങി. അപ്പു മോഹനും അപ്പുവിന്റെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ജ്വാലയെ കണ്ട് അഗ്നിയുടെ മുഖം വിടർന്നു. അവൻ അവൾക്കടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. ജ്വാല അവനിലേക്ക് ഒതുങ്ങി നിന്നു. ഇന്ന അവൻ അവളുടെ കയ്യിലേക്ക് ഒരു കവർ കൊടുത്തു. അതെന്നും ഒരു പതിവായതുകൊണ്ട് ജ്വാല ചിരിയോടത് വാങ്ങിച്ചു. പക്ഷെ സിറ്റ് ഔട്ടിലേക്ക് കയറി അപ്പുവിന്റെ കണ്ണുകൾ ചുറ്റും പൊന്നൂനായി തിരഞ്ഞു. അവളെ അവിടെ എങ്ങും കാണാതായതും നിരാശയോടെ അവൻ ചിത്തൂനെ നോക്കി. അല്ലമ്മേ, ഇവിടെയുള്ളവരൊക്കെ എവിടെ? ഒന്നിനെയും കാണാനില്ലല്ലോ. സഹി കെട്ടവൻ ചിത്തൂനോട് ചോദിച്ചു. അത് ശരിയാണല്ലോ ചിത്തു, മക്കളൊക്കെ എവിടെ? മോഹൻ ചിത്തുവിന്റെ കയ്യിലേക്ക് അയാളുടെ ബാഗ് കൊടുത്തു. അകത്തുണ്ട് മോഹനേട്ടാ, നിങ്ങളെല്ലാം ഫേസ് ചെയ്യാനുള്ള പേടികൊണ്ട് അകത്തന്നെ ഇരിക്കുക. ചിത്തു ചിരിയോടെ പറഞ്ഞതും അഗ്നിയും മറ്റുള്ളവരും സംശയത്തോടെ അവരെ നോക്കി. പേടിയോ? എന്തിന്? എന്താമ്മേ പ്രശ്നം? അഗ്നി ചോദിച്ചു. ജ്വാലയുടെ ഉള്ളിൽ ചെറിയൊരു ഭയം നിറഞ്ഞു. ദേവേട്ടൻ അവരെ വഴക്കു പറയോ? ചിന്തയോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അതാ, ഇങ്ങനെ പേടിക്കാനും വേണ്ടി എന്തുണ്ടായി? ആ നാഗവല്ലി എന്തെങ്കിലും ഒപ്പിച്ചോ? അപ്പു പെട്ടെന്ന് ചോദിച്ചു. എല്ലാം പറയാ, ആദ്യം മൂന്നാൾ അകത്തേക്ക് കയറ്. അതും പറഞ്ഞ് ചിത്തു അകത്തേക്ക് കയറിപ്പോയി. പിറകെ തന്നെ ബാക്കിയുള്ളവരും. എന്നാൽ ഹാളിലേക്ക് കയറിയതും അഗ്നി അപ്പു മോഹനും ഒരു നിമിഷം സ്റ്റെക്കായി പോയി. അടുത്ത നിമിഷം സൗബിയെ നോക്കി അപ്പു പൊട്ടിച്ചിരിച്ചു. അവന്റെ ശബ്ദം കേട്ടതും പൊന്നും മീനുവും പെട്ടെന്ന് സെറ്റിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അയ്യോ, ഇവൾക്കിത് എന്തു പറ്റി? എൻ്റെ അമ്മേ, ഇവളുടെ മൂക്കിലാരെ ബലൂൺ വെച്ചു കൊടുത്തേ? അയ്യോ, ഞാനിപ്പോ ചിരിച്ചു ചാവേ. അതും പറഞ്ഞ് അപ്പു വയറും പൊത്തിപ്പിടിച്ച് ചിരിക്കാൻ തുടങ്ങി. ഹായ്, ദേടി അപ്പേട്ടൻ ചിരിക്കുന്നു. അപ്പൊ ഇനി കുഴപ്പമില്ല, പൊന്ന് സന്തോഷത്തോടെ പറഞ്ഞു. ആ ചിരി കണ്ട് ഒരുപാട് മനക്കോട്ട കെട്ടണ്ട നീ. നേരെ അപ്പുറത്തെ ഏട്ടത്തിയുടെ അടുത്ത് നിൽക്കുന്ന മുതലിനൊന്ന് നോക്കിയേ. മീനുവിന്റെ ശബ്ദം പോലും വിറച്ചിരുന്നു. സൗബിയെ അമ്പരന്ന് നോക്കുകയാണ് അഗ്നി. അവളുടെ ഇടത് കൈയിൽ ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. മുഖത്ത് അവിടെവിടെയായി വീങ്ങിയ പാടുകൾ. മുഖമടച്ച് ഹാളിൽ വീണപ്പോ മൂക്കിൽ നന്നായി ഒന്ന് തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂക്ക് വീർത്തിട്ടുണ്ട്. ഇടുപ്പും ബാക്കും എല്ലാം നല്ല വേദനയുണ്ടായിരുന്നെങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ടാണ് അവളുടെ ഇരിപ്പ്. പക്ഷെ അവളുടെ മൂക്ക് കണ്ട് അപ്പൂന് ചിരി നിൽക്കുന്നില്ലായിരുന്നു. ചെക്കൻ നിർത്താതെ ചിരിയാണ്. സൗബിക്ക് അത് കാണുന്തോറും അപ്പൂന്റെ മുഖം പിടിച്ച് ചുമലിലൊരിക്കാനുള്ള ദേഷ്യം തോന്നി. അവള് പല്ലിരുമ്മി. അപ്പു. അഗ്നി ശാസനയോടെ അപ്പൂനെ വിളിച്ചു. അതോടെ അവന്റെ ചിരി നിന്നു. അഗ്നി സൗബിയെ മീനുവിനെ പൊന്നുവിനെ മാറി മാറി നോക്കി. ഇതെന്തു പറ്റി സൗപർണികയ്ക്ക്? അഗ്നിയുടെ ശബ്ദമുയർന്നു. എല്ലാവരും അവൾക്ക് മുന്നിൽ പോയി നിന്നു. പൊന്നു മീനും പേടിയോടെ അഗ്നിയെ നോക്കി. ചോദിച്ച കേട്ടില്ലേ സൗപർണിക, തനിക്കിത് എന്തു പറ്റി? അവൻ വീണ്ടും ചോദിച്ചു. ആ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ട് അഗ്നിയുടെ മുഖം ചുളിഞ്ഞു. എന്നെ എണ്ണ ഒഴിച്ച് വീഴ്ത്തിയത് അഗ്നിയേട്ടാ. അതും പറഞ്ഞ് സൗബി വീണ്ടും കരച്ചിൽ തുടങ്ങി. തീർന്നു. പൊന്നു ദയനീയമായി മീനുനെ നോക്കി. അവിടെ അതിലും പരിതാപകരമായ നോട്ടം. പറയ് സൗപർണിക, ആരാ തന്നോട് ഇങ്ങനെ ചെയ്തേ? ഇത്തവണ അവന്റെ ശബ്ദം വല്ലാതെ ഉയർന്നതുപോലെ. അപ്പു പൊന്നൂനെ നോക്കി. അവളുടെ മുഖത്തെ പേടി കണ്ട് അവന് കാര്യം മനസ്സിലായി. അവനവളെ കൂർപ്പിച്ചു നോക്കി. പൊന്നു മീനാക്ഷി, അവരെന്നോട് ഇങ്ങനെ ചെയ്തേ, സൗബി പറഞ്ഞു. അഗ്നി രൂക്ഷമായി ഇരുവരെ നോക്കി. ഞങ്ങളല്ല അഗ്നിയേട്ടാ, ഇവള് കള്ളം. മീനു എന്തോ പറയാൻ ശ്രമിച്ചു. അത് മനസ്സിലായ പോലെ അഗ്നി കൈയുയർത്തി അവളെ തടഞ്ഞു. അവന്റെ നോട്ടം ജ്വാലയിലേക്ക് പോയി. ആ നോട്ടം കണ്ടതും ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് അവള് താഴേക്ക് നോക്കി. കുഞ്ഞ, എന്താ ഉണ്ടായേ? അവൻ അവളോട് ചോദിച്ചു. ജ്വാല വല്ലായ്മയോടെ അവനെ മുഖമുയർത്തി നോക്കി. അത് അത് ദേവേട്ടാ. അവള് പൊന്നുവിനെയും മീനുവിനെയും മാറി മാറി നോക്കി.
എന്നെ നോക്ക്, ഞാനാ നിന്നോട് ചോദിച്ചേ. അഗ്നി അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചു. അത് ദേവേട്ട, പൊന്നു മീനു ഒരു തമാശയ്ക്ക്. പക്ഷെ അവര് ചെയ്തത് ഇത്രയും വലിയൊരു കുഴപ്പാവുന്ന് അവരും കരുതിയിരുന്നില്ല. അവരെ അവരെ വഴക്ക് പറയില്ലേ ദേവേട്ട? ജ്വാല കണ്ണു നിറച്ചു. നിനക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? അഗ്നിക്ക് അതാണ് അറിയേണ്ടത്. ഞാനും അമ്മയും കിച്ചണിലായിരുന്നു. അപ്പോഴാ അവള് വിതുമ്പി. അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ചൈതന്യ, മീനാക്ഷി, രണ്ടും ഇവിടെ വാ. അഗ്നിയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം അവിടെ ഉയർന്നു. പൊന്നു മീനു ഞെട്ടി. ഒരു രക്ഷയ്ക്കെന്ന പോലെ പൊന്നുവിന്റെ നോട്ടം അപ്പുവിലേക്ക് പോയി. അപ്പു അവളെ ദയനീയമായി നോക്കുന്നുണ്ട്. അതുകൂടി കണ്ടതും തലതാഴ്ത്തി രണ്ടും കൂടെ അഗ്നിയുടെ മുന്നിൽ വന്നു നിന്നു. മുഖത്തേക്ക് നോക്ക്, അവൻ ആജ്ഞാപിച്ചു. ഇരുവരും അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങളാണോ ഇത് ചെയ്തേ? അതെ, ഇരുവരും ഒരുപോലെ പറഞ്ഞു. സൗബിയുടെ ചുണ്ടിൽ വിജയച്ചിരി വിരിഞ്ഞു. എന്തിന്? അഗ്നിയുടെ അടുത്ത ചോദ്യം. അത് അഗ്നിയേട്ടാ, അത് സൗബി രാവിലെ വ്യാസേട്ടനെ നോക്കി നിൽക്കുന്ന മീനു കണ്ടിരുന്നു. അവൾക്കത് ഇഷ്ടായിട്ടില്ല, അതുകൊണ്ടാ. പൊന്നു പെട്ടെന്ന് പറഞ്ഞു. ദുഷ്ടേ. മീനു അവളെ കലിപ്പിച്ചു നോക്കി. പക്ഷേ പൊന്നു അവളെ നോക്കാനേ പോയില്ല. പൊന്നുവിന്റെ സംസാരം കേട്ട് സൗബിയുടെ മുഖം വിളറി. എന്റെ ഈശ്വര, ഇവളുമാരത് കണ്ടോ? ആരവേട്ടൻ എന്നെ കുറിച്ച് എന്ത് കരുതും? ഞാൻ മറ്റൊരാളെ വായി നോക്കി ഇത് വിശ്വസിക്കോ? ഏയ്, അത് പാടില്ല. സൗബി മനസ്സിൽ പറഞ്ഞു. കള്ളം കള്ളം പറയാ അഗ്നിയേട്ടാ, ഞാനെന്തിനാ വ്യാസേട്ടനെ നോക്കുന്നേ? സാധാ നോക്കുന്ന പോലെ നോക്കിയതേ ഉള്ളൂ, അല്ലാതെ നോക്കി നിന്നിട്ടൊന്നുമില്ല. അപ്പൂന് തന്നോട് ഇഷ്ടക്കേട് തോന്നിയാലോ എന്ന് കരുതി സൗബി പെട്ടെന്ന് പറഞ്ഞു. കള്ളിപ്പല്ലി, നീ നോക്കുന്ന ഞങ്ങളെല്ലാം കണ്ടതാടി. അപ്പു പിറുപിറുത്തു. സൗബിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാത്തതുപോലെ അഗ്നി വീണ്ടും മീനുവിനെ പൊന്നുവിനെ നോക്കി. അതുകൊണ്ട് മാത്രാണോ രണ്ടാളും ചേർന്നിട്ട് ഇങ്ങനൊരു പണിയൊപ്പിച്ചേ? ചൈതന്യം എന്തിനാ നിന്റെ കൂട്ടുനിന്നേ? അഗ്നിയുടെ അടുത്ത ചോദ്യത്തിൽ പൊന്നുവിന്റെ നെഞ്ചിടിപ്പ് ഉയർന്നു. എന്റെ ഈശ്വര, എന്തു പറയും ഞാൻ? അഗ്നിയേട്ടൻ മാത്രം ഇവിടെ ഉള്ളായിരുന്നുവെങ്കിൽ പറയായിരുന്നു. ഇത് അപ്പേട്ടനും എല്ലാവരും ഉണ്ടല്ലോ, ഞാൻ എന്തു പറയും? പൊന്നു ആകെ വെപ്രാളപ്പെട്ടുപോയി. അതിനേക്കാൾ അഗ്നിയുടെ ചൈതന്യ എന്ന വിളി അവളെ വേദനിപ്പിച്ചു. ചൈതന്യ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അഗ്നി അവളെ നോക്കി കണ്ണുരുട്ടി. അത് അഗ്നിയേട്ടാ, സൗബി അപ്പുവേട്ടന്റെ റൂമിൽ കയറി. അപ്പുവേട്ടന്റെ ഫോട്ടോയിലൊക്കെ തലോടി. ആ ബെഡിൽ കിടന്നു. അതൊക്കെ ഞാനും പൊന്നും കണ്ടതാ. അത് കണ്ടപ്പോ പൊന്നുവിന് ദേഷ്യം വന്നു. അതുകൊണ്ട് ഇവളാ അത് സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ച്. ഞാൻ കുറച്ചേ ഒഴിച്ചുള്ളൂ, പക്ഷേ പൊന്നു കൂടുതൽ ഒഴിച്ചു. മീനു പെട്ടെന്നുള്ള ആവേശത്തിൽ പറഞ്ഞു. അഗ്നി ഒഴികെ ബാക്കി എല്ലാ എണ്ണവും ഒരു ഞെട്ടലോടെ പൊന്നുവിന്റെ മുഖത്തേക്ക് നോക്കി. പൊന്നു കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്റെ കണ്ണ, എന്നെ ഉടലോടെ അങ്ങോട്ട് എടുക്കാൻ അങ്ങേക്ക് ഞാനിപ്പോ എന്താ തരണ്ടേ? ഇതിലും ഭേദം ഈ നിമിഷം അങ്ങോട്ട് തീരുന്നതാ. ചമ്മി, എല്ലാവരുടെ മുന്നിൽ ചമ്മി. ഇടി മീനുപട്ടി, നിന്നെ ഞാൻ ശരിയാക്കി തരാടി. പൊന്നു കണ്ണടച്ചുകൊണ്ട് പതിയെ പിറുപിറുത്തു. അപ്പു കണ്ണു വിടർത്തിക്കൊണ്ട് പൊന്നുവിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ വിയർത്ത് കുളിച്ച മുഖവും വിറയ്ക്കുന്ന ചുണ്ടുകളും കണ്ട് അപ്പുവിന്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു. ഹൃദയത്തിൽ വല്ലാത്തൊരു സന്തോഷം. എനിക്ക് വേണ്ടിയാണോ ഇവളിത് ചെയ്തേ? അപ്പൊ ശരിക്കും എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഇവള്. അപ്പുവിന്റെ ഹൃദയം പൊന്നുവിനായി തുടിച്ചു. ചുണ്ടിൽ പ്രണയത്തോടെ ഒരു ചിരി വിരിഞ്ഞു. മീനുവിന്റെ വെളിപ്പെടുത്തലിൽ എല്ലാവരും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ചിത്തുവും മോഹനും ജ്വാലയും അപ്പു സൗബിയെ ദേഷ്യത്തോടെ നോക്കി. നീ എന്തിനാ എന്റെ റൂമിൽ കയറിയേ? അപ്പു സൗബിക്ക് നേരെ ശബ്ദമുയർത്തി. പൊന്നു കണ്ണു തുറന്ന് അവനെ നോക്കി. ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയാണ് അപ്പു. അങ്ങനെ അങ്ങോട്ട് ചോദിക്കപ്പേട്ടാ, പൊന്നു പതിയെ പറഞ്ഞു. സൗബി അവനെ പേടിയോടെ നോക്കി. അത് അത് ഞാൻ അരവേട്ടാ. സൗബി ആകെ വല്ലാതായി. നിന്ന് താളം ചവിട്ടാതെ അപ്പു ചോദിച്ചതിന് മറുപടി കൊടുക്ക് സൗപർണിക. താനെന്തിനാ അവന്റെ റൂമിലേക്ക് പോയേ? തനിക്കുള്ള റൂം കുഞ്ഞൻ താഴെയല്ലേ റെഡിയാക്കിയേ? പിന്നെ എന്തിനാ മുകളിലേക്ക് പോയേ? അത് അപ്പുവിന്റെ റൂമിലേക്ക്. അഗ്നി ഗൗരവത്തോടെ ചോദിച്ചതും സൗബിയുടെ മുഖം വിയർത്തുപോയി. അത് ഞാൻ വെറുതെ അരവളുടെ റൂമൊന്ന് കാണാൻ. സോറി. അവള് തല താഴ്ത്തി. ഞാനില്ലാത്ത നേരത്താണോ എന്റെ റൂം കാണാനെന്നും പറഞ്ഞ് അതിനകത്തേക്ക് കയറേണ്ടേ? എന്ത് മര്യാദയില്ലായ്മ താൻ കാണിച്ചേ? അപ്പു ദേഷ്യത്തോടെ അലറുകയായിരുന്നു. സൗബിക്കും മീനുവിനും പൊന്നൂനും, എന്തിനേറെ ജ്വാലയ്ക്ക് പോലും അപ്പുവിന്റെ അലർച്ച കേട്ട് പേടി തോന്നി. ജ്വാല പെട്ടെന്ന് അഗ്നിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. അഗ്നി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി വീണ്ടും സൗബിയിലേക്ക് നോട്ടം മാറ്റി. സൗപർണിക നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടാണോ അപ്പുവിന്റെ റൂമിലേക്ക് പോയേ? അഗ്നി ചോദിച്ചു. ഏയ് ഇല്ല കണ്ണാ, ഈ കുട്ടി രാവിലെ റൂമിൽ കയറി ഡോറടച്ചിട്ട് പിന്നെ പുറത്തേക്ക് വന്നിരുന്നില്ല. ഞാനും മോളും നേരെ കിച്ചണിലേക്കും പോയി. പിന്നെ ഇത് എപ്പോഴാണോ എന്തോ അങ്ങോട്ട് പോയേ. എന്തായാലും വളരെ മോശമായി പോയി. ചിത്തു ഉള്ളിലെ ഇഷ്ടക്കേട് മറച്ചു വെക്കാതെ പറഞ്ഞു. പൊന്നൂന്റെ മുഖം തെളിഞ്ഞു. കണ്ടോ കണ്ടോ അമ്മേ, അതുകൊണ്ടാ ഞാൻ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചേ. അവള് ചെയ്ത തെറ്റല്ലേ? പൊന്നൂനിപ്പോ കുറച്ച് ആവേശമായി. ചിത്തു അവളെ തറപ്പിച്ചൊന്ന് നോക്കിയതേയുള്ളൂ. അതോടെ പെണ്ണിന്റെ വാടഞ്ഞു. അതിനെന്തിന് നീ എണ്ണ ഒഴിക്കണം? എന്റെ റൂമിൽ ആര് കയറിയാ നിനക്ക് എന്താടി? അപ്പു പൊന്നുവിനെ കൂർപ്പിച്ചു നോക്കി. അങ്ങനൊരു ചോദ്യം പ്രതീക്ഷിക്കാതിരുന്നതുകൊണ്ട് തന്നെ പൊന്നു ആകെ ചൂളിപ്പോയി. അതൊന്നുമില്ല. അപ്പെനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. അതിനെന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ സ്വീകരിച്ചോളാം.
അപ്പുനെ നോക്കി പൊന്നു വാശിയോടെ പറഞ്ഞു. ആ നിമിഷം അവളുടെ ചെവിയിൽ അഗ്നിയുടെ കൈ മുറുകി. ആ ആ, ആ, അഗ്നിയേട്ടാ വിട് വിട്. അവള് നിന്നിടത്ത് നിന്ന് തുള്ളിപ്പോയി. എന്തു പറഞ്ഞാലും തറുതല പറയാൻ അറിയാം നിനക്ക്. ആ എണ്ണയിൽ വഴുതി സൗപർണികയ്ക്ക് കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഏ, ഇനി ചെയ്യൂ ഇങ്ങനെ? അഗ്നി അവളുടെ ചെവിയിൽ വേദനിക്കും പോലെ തന്നെ പിടിച്ചു തിരിച്ചു. പൊന്നൂന് നന്നായി വേദനിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കൊടുക്ക് അഗ്നിയേട്ടാ, ഇവളെ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നെ. അല്ലെങ്കിൽ ഞാനിതിനൊന്നും കൂട്ടു നിൽക്കില്ലായിരുന്നു. മീനു പെട്ടെന്നുള്ള ആവേശത്തിൽ പറഞ്ഞു. അത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും അഗ്നി അവളുടെ ചെവിയിലും പിടുത്തമിട്ടിരുന്നു. രണ്ടിന്റെ കണ്ണീന്ന് പൊന്നീച്ച പാറി. അത്രയും വേദനയുണ്ടായിരുന്നു. ഇനി ചെയ്യൂ ഇങ്ങനെ എന്തെങ്കിലും? ചെയ്യോന്ന്? അഗ്നി ദേഷ്യത്തോടെ മുരണ്ടു. ജ്വാല വിരണ്ടുകൊണ്ട് അവനെ നോക്കി. പക്ഷെ അഗ്നിയുടെ മുഖത്ത് ദേഷ്യം തന്നെയാണ്. സ്റ്റെപ്പിന്ന് വീണ വീഴ്ചയിൽ സൗബിയുടെ തലയെങ്ങാൻ എവിടെയെങ്കിലും ഇടിച്ച് അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്ന പേടിയായിരുന്നു അവനിൽ ആ സമയം. ഇല്ല, ആ വീട് അഗ്നിയേട്ടാ, ഇനി ചെയ്യില്ല. മീനു നിന്നിടത്ത് നിന്ന് തുള്ളിപ്പോയി. അഗ്നി അവളുടെ ചെവിന്ന് പിടിവിട്ടു. നീയോ? അവൻ പൊന്നൂനോട് ചോദിച്ചു. ഇനി ചെയ്യില്ല. അവളോട് അഗ്നിയേട്ടൻ തന്നെ ഒന്ന് പറ അടങ്ങിയിരിക്കാൻ. അവള് കണ്ണു നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അഗ്നി പൊന്നൂന്റെ ചെവിന്ന് പിടിവിട്ടു. രണ്ടിന്റെ ചെവി നന്നായി ചുവന്നിട്ടുണ്ട്. അവൻ സൗബിയെ നോക്കി. അതുവരെ പൊന്നൂനും മീനൂനും അഗ്നി കൊടുക്കുന്ന ചെറിയ ശിക്ഷ കണ്ട് ദേഷ്യത്തോടെ നിന്ന സൗബി അവന്റെ നോട്ടം കണ്ടതും പാവം പോലെ നിന്നു. എന്നെ ഇത്രയൊക്കെ കാണിച്ചിട്ട് ഇവർക്ക് ഇത്ര ചെറിയ ശിക്ഷയുള്ളോ? സൗബി ചോദിച്ചു. മീനു, പൊന്നു ഇവളോട് സോറി പറ. അഗ്നി പറഞ്ഞു. പൊന്നു പെട്ടെന്ന് ഇല്ലാന്ന് തലയനക്കി. ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ? അഗ്നി കണ്ണുരുട്ടി. പൊന്നു മൂളിക്കൊണ്ട് മീനുനെ നോക്കി. രണ്ടും കൂടി സൗബിക്ക് മുന്നിലായി വന്നു നിന്നു. സൗബി പുച്ഛത്തോടെ ഇരുവരെ നോക്കി. സോറി, രണ്ടാളും പറഞ്ഞു. സൗബി അവരെ നോക്കി ചുണ്ടുകൊട്ടി ചിരിച്ചു. ശരി, ഇനി ഇങ്ങനെ ചെയ്താ ഇവിടം കൊണ്ട് നിൽക്കില്ല, ഓർത്തോ? സൗബി പറഞ്ഞതും പൊന്നു അവളെ കലിയോടെ നോക്കി. ആണോ? ഞഞ്ഞായി. ദേ ഒരു സോറി പറഞ്ഞു എന്ന് കരുതി തലേ കയറി നിരങ്ങണ്ട നീ. നിന്നോട് ചെയ്തത് കുറച്ച് കൂടിപ്പോയിന്ന് ബോധ്യമുള്ളതുകൊണ്ടാ സോറി പറഞ്ഞേ. അല്ലെങ്കിൽ എന്റെ പട്ടി പറയും നിന്നോട് സോറി. പൊന്നു പുച്ഛിച്ചു. അഗ്നിക്കും അപ്പൂനും അവളുടെ സംസാരം കേട്ട് ചിരി വന്നെങ്കിലും അഗ്നി പുറമേ ഗൗരവം നടിച്ചു. ഡി! സൗബി പൊന്നൂന് നേരെ ചീറി. എന്താടി? ഇനി നീ മുകളിലേക്ക് എങ്ങാനും പോയാ ഇപ്പൊ എണ്ണെടുത്ത് ഒഴിച്ചതേ ഉള്ളൂ ഞാൻ. അടുത്തത് അരിഞ്ഞു കളയും ഞാൻ. പൊന്നു കൈകൊണ്ട് അവളുടെ കഴുത്ത് വെട്ടും പോലെ കാണിച്ചു. സൗബി പേടിയോടെ കണ്ണുതള്ളി അവളെ നോക്കി. നേരത്തെ എന്തായിരുന്നു നിന്റെ ആ പാട്ട്? എടി മീനു, ഏതായിരുന്നു ഡി? പൊന്നു മീനുവിനോട് ചോദിച്ചു. നീയൻ സുന്ദരൻ. മീനു വാപ്പുത്തി ചിരിച്ചു. സൗബി രണ്ടിനെയും വാപ്പൊളിച്ചു നോക്കി. ആ അത് തന്നെ, നിന്റെ ഒരു സുന്ദരൻ. ഏത് പെണ്ണും വീണു പോകും പോലും. ദേ ഇനി നിന്റെ കഴുതരാഗ് എവിടെയെങ്ങാനും കേട്ടാ? പൊന്നു അവളെ തറപ്പിച്ചു നോക്കി. പൊന്നു! അഗ്നി വിളിച്ചു. സോറി അഗ്നിയേട്ടാ, ഇത്രയും അവൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. എനിവേ സോറി സൗബി. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് നീ ഇരന്നു വാങ്ങിയതാണെങ്കിലും ഇത്രയും പറ്റുമെന്ന് ഞാനും കരുതിയില്ല. പൊന്നു ആത്മാർത്ഥമായി സോറി പറഞ്ഞു. നിന്നെ ഞാൻ ശരിയാക്കി തരാടി, നീ വീട്ടിലേക്ക് വാ. സൗബി കലിപ്പായി. നീ കുറെ ഉണ്ടാക്കും, പോടി. പൊന്നു വെറുപ്പോടെ അവളീന്ന് മുഖം തിരിച്ചു. സൗബി പതിയെ അകത്തേക്ക് നടക്കാനൊരുങ്ങി. അവൾക്ക് നന്നായി ശരീരം വേദനിക്കുന്നുണ്ടായിരുന്നു. എന്റെ വ്യാസേട്ടനെ ഇന്ന് നോക്കിയ പോലെ ഇനി നീ നോക്കിയാ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും സൗബി. അകത്തേക്ക് നടക്കുന്ന സൗബിയോട് മീനു പറഞ്ഞു. സൗബി അവളെ തിരിഞ്ഞു നോക്കി. വെറുപ്പോടെ തന്നെ നോക്കുന്നവളെ കണ്ട് അവളാകെ വല്ലാതായി. അപ്പൂനെ നോക്കിയപ്പോ അവന്റെ മുഖത്തും ഒരു ഇഷ്ടക്കേട് കണ്ടു. സൗബി തലതാഴ്ത്തി അകത്തേക്ക് പോയി. നിന്റെ ഒന്ന് നാക്ക് ഒരു കാലത്ത് ഒതുങ്ങില്ലേ പെണ്ണുങ്ങളെ? അഗ്നി മീനുവിനോടും പൊന്നൂനോടും ഗൗരവത്തോടെ ചോദിച്ചു. ഇനി എന്താ? അഗ്നിയേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ അവളോട് സോറി പറഞ്ഞില്ലേ? പൊന്നു ചുണ്ടുകൊട്ടി. ഇതാണോ സോറി? ഇതിലും ഭേദം ഒന്നും പറയാതിരിക്കുന്നതാ. അപ്പു കളിയാക്കി. നീ പോടാ മരപ്പട്ടി. പൊന്നു അപ്പൂനെ കൂർപ്പിച്ചു നോക്കി. മരപ്പട്ടി നിന്റെ അച്ഛൻ കേശവൻ, പോടി നാഗവല്ലി. അപ്പുവും വിട്ടുകൊടുത്തില്ല. താനെന്തൊരു മനുഷ്യനാടോ? തന്റെ റൂമിൽ കയറിയെന്നല്ലേ ഞാൻ ആ സൗബിക്കിട്ട് പണി കൊടുത്ത്. എന്നിട്ട് അതിന്റെ വല്ല നന്ദിയുണ്ടോ തനിക്ക്? പൊന്നു അപ്പൂന്റെ അടുത്തേക്ക് വന്നു. എന്ത് നന്ദിയാണാവോ തമ്പുരാട്ടിക്ക് വേണ്ടേ? അവൾ എന്റെ റൂമിൽ കയറിയ അത് ചോദിക്കാൻ എനിക്കറിയാം. അതിൽ നീ ഇടപെടണ്ട. അപ്പു പരിഹാസത്തോടെ അവളെ നോക്കി. ഞാൻ ഇടപെടും. പൊന്നു വിട്ടുകൊടുത്തില്ല. അപ്പു അവളെ തറപ്പിച്ചു നോക്കി. പെട്ടെന്ന് പൊന്നൂന്റെ കണ്ണിൽ കുസൃതി മിന്നി. എന്തെന്റെ അപ്പേട്ടാ, നമ്മുടെ ഒരുപാട് നല്ല ഓർമ്മകളുള്ള മുറിയല്ലേ അത്? അങ്ങനെയുള്ളപ്പോ അവിടേക്ക് അവള് വന്നാ എനിക്കിഷ്ടാവോ? പൊന്നു കുറുമ്പോട് അപ്പുവിനെ ആകെ ഒഴിഞ്ഞു നോക്കി. അപ്പു ചൂളിപ്പോയി. എന്തോർമ്മകൾ? അഗ്നിയാണിത് ചോദിച്ചത്. അപ്പു ഞെട്ടി. ഏയ് എന്ത്? ഇവൾക്ക് വട്ട്. ദേ ചൈതന്യം കളിക്കല്ലേ. അപ്പു പതറി. പൊന്നൂന് ചിരി പൊട്ടി. വെറുതെ ഒന്നല്ല, ഞാനേ കണ്ടുള്ളൂ. പോ, എനിക്ക് നാണാ. അവള് കണ്ണുപൊത്തി. എല്ലാവരും ഇരുവരെയും സംശയത്തോടെ നോക്കി. നിന്നെ ഞാൻ ശരിയാക്കി തരാടി. അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞുകൊണ്ട് അപ്പു പെട്ടെന്ന് ആരെയും നോക്കാതെ മുകളിലേക്കുള്ള സ്റ്റെയർ ഓടിക്കേറി.
അത് കണ്ട് പൊന്നു വാവൂത്തി ചിരിച്ചു. എന്നാൽ തന്നെ സംശയത്തോടെ ചൂഴ്ന്നു നോക്കുന്ന അഗ്നിയും ജ്വാലയും മീനുവിനെ ചിത്തുവിനെയും മോഹനെയും കണ്ട് ഇപ്പൊ വിളറിപ്പോയത് പൊന്നുവിന്റെ മുഖമാണ്. എന്താ എന്താ എല്ലാരും നോക്കുന്നേ? അവൾ എങ്ങനെയൊക്കെയോ ചോദിച്ചു. എന്താ നീയോ അപ്പു തമ്മിലൊരു കള്ളത്തരം? നീ എന്താ കണ്ടേ? അത് പറ, ഞങ്ങൾ കൂടി അറിയട്ടെ. ചിത്തു പൊന്നുവിനെ സംശയത്തോടെ നോക്കി ചോദിച്ചതും അവള് ഞെട്ടി. അയ്യോ, അതമ്മേ, അതങ്ങനെ പറയാൻ പറ്റില്ല, സീക്രട്ടാ. അത് അത് വിട്. അതും പറഞ്ഞ് അവൾ അഗ്നിയുടെ മുന്നിൽ പോയി നിന്നു. അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കി. എന്നാലും എന്റെ ചെവിക്ക് പിടിച്ചില്ലേ? എന്നെ ചൈതന്യാന്ന് വിളിച്ചില്ലേ? പോ, ഞാൻ നിന്നെ മിണ്ടൂല. പൊന്നു അഗ്നിയോട് പരാതി പോലെ പറഞ്ഞു. ജ്വാലയ്ക്കും മറ്റുള്ളവർക്കും ചിരി വന്നു പോയി. അഗ്നി അവളെ ചേർത്ത് പിടിച്ചു. തന്നെ നോക്കി പരിഭവത്തോടെ നിൽക്കുന്ന മീനുവിനെ കണ്ട് അവൻ അവളെയും അടുത്തേക്ക് വിളിച്ചു. ജ്വാല അല്പം നീങ്ങി നിന്നതും മീനു അവന്റെ നെഞ്ചോട് ചേർന്നു. രണ്ടാളും തമാശ ഒപ്പിക്കുന്നൊക്കെ എനിക്കിഷ്ടാ, പക്ഷെ ഇതുപോലുള്ള തമാശകള് മേലെ ചെയ്യരുത്. അവൾക്കിപ്പോ ഇത്രേ പറ്റിയിട്ടുള്ളൂ. കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ രണ്ടാളും? അഗ്നി ചോദിച്ചതും രണ്ടാൾക്കും മറുപടി ഒന്നും ഇല്ലായിരുന്നു. ഇനി ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. സോറി അഗ്നിയേട്ടാ. മീനുവും പൊന്നുവും അവന്റെ നെഞ്ചിലേക്ക് ചാരി. സാരല്ല, പോട്ടെ, നൊന്തോ? അവൻ രണ്ടാളുടെയും ചെവി തലോടി. ആ, എനിക്ക് നൊന്തു, മീനു പരിഭവിച്ചു. അഗ്നി ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. മീനു ചിരിച്ചു. സാരല്ല അഗ്നിയേട്ടാ, ഞങ്ങൾ തെറ്റ് ചെയ്തോണ്ടല്ലേ, എനിക്ക് വേദനിച്ചില്ല, പൊന്നു ചിരിയോടെ പറഞ്ഞു. അഗ്നി അവളുടെ കവിളിലൊന്ന് തലോടി അവളുടെ നെറ്റിയിലും ഒന്ന് ചുംബിച്ചു. അവൻ ജ്വാലയെ നോക്കി. അവൾ അവനെ കവിളി വീർപ്പിച്ചു നോക്കുന്നുണ്ട്. ഇനി നിനക്കെന്താടി? അഗ്നി അവൾക്ക് നേരെ പുരികമുയർത്തി. എന്നോട് നേരത്തെ ദേഷ്യപ്പെട്ടില്ലേ? പോ, ഞാൻ മിണ്ടൂല. അതും പറഞ്ഞ് കയ്യിലെ കവർ സോഫയിലിട്ട് അവൾ മുകളിലേക്ക് ഓടിക്കേറി. അഗ്നി വാപൊളിച്ചുകൊണ്ട് അവൾ പോകുന്നത് നോക്കി. ഞാൻ എപ്പോ അവളോട് ദേഷ്യപ്പെട്ടു? അഗ്നിക്ക് ഓർമ്മയില്ല. ആ, എനിക്കറിഞ്ഞൂടാ. പെൺപിള്ളേർ കൈമലർത്തി. ഈശ്വര, ഈ പെണ്ണിന്റെ ഒരു കാര്യം. അഗ്നി സ്വയം തലയ്ക്ക് ഒരു കൊട്ടുകൊടുത്തു. ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു. തുടരും.